ലോകകപ്പിലെ ആ രണ്ട് ഹെഡറുകളെ പോലെ ലോകം ഇന്നും ചർച്ച ചെയ്യുന്നതാണ് 2002 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ അതിപ്രശസ്തമായ വോളി. റയൽ മാഡ്രിഡിന് വേണ്ടി ബയർ ലെവർകൂസനെതിരെ ബോക്സിന് പുറത്തുനിന്ന് ഇടങ്കാല് കൊണ്ട് സിദാൻ തൊടുത്ത റോക്കറ്റ് ഷോട്ട് ഇന്നും ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളായി വിശ്വസിക്കപ്പെടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമും ഓരോ ഗോളടിച്ചു നിൽക്കുന്ന അവസരത്തിൽ 45-ാം മിനിറ്റിൽ റോബർട്ടോ കാർലോസ് ഇടത് വിങ്ങിലൂടെ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന്റെ അരികിലേക്ക് ഒരു ക്രോസ് നൽകി. ഉയരത്തിൽ വായുവിൽ തിരിഞ്ഞെത്തിയ പന്തിൽ ഒരു ഗോൾ സാധ്യത കുറവായിരുന്നു. ബോക്സിന് മുന്നിൽ പന്ത് താഴ്ന്നു വരാൻ സിദാൻ കാത്തുനിന്നു. പന്ത് നിലം തൊടും മുന്നേ ശരീരം വലങ്കാലിൽ കുത്തി ഇടങ്കാല് കൊണ്ടുള്ള പ്രഹരം. ലെവർകൂസൻ ഗോളി ഹാൻസ് ജോർഗ് ബട്ടിന് കണ്ടു നിൽക്കാൻ പോലും ആയില്ല. ഒരു മികച്ച മിഡ്ഫീൽഡർ എങ്ങനെയായിരിക്കണമെന്നതിന് ലോകത്തിന് മുന്നിലുള്ള മാതൃകയാണ് സിനദിൻ സിദാൻ. കളിയുടെ വേഗത നിയന്ത്രിക്കാനുള്ള അപാരമായ കഴിവായിരുന്നു സിദാൻ്റേത്. എപ്പോൾ വേഗത്തിൽ കളിക്കണം, എപ്പോൾ കളി പതുക്കെയാക്കണമെന്ന് മൈതാന മധ്യത്ത് അയാളാണ് തീരുമാനിച്ചത്. പന്ത് സിദാൻ്റെ കാലിലെങ്കിൽ അത് പിടിച്ചെടുക്കൽ അസാധ്യമായിരുന്നു. ഫ്രാൻസിന് തൻ്റെ തല കൊണ്ട് ആദ്യ ലോക കിരീടം സമ്മാനിച്ച് പിന്നീട് അതേ തല കൊണ്ട് എതിരാളിയെ ഇടിച്ചിട്ട് ലോക ഫുട്ബോളിൻ്റെ വേദിയിൽ നിന്ന് പടിയിറങ്ങിപ്പോയൊരു മനുഷ്യൻ പിന്നെ പുനർജീവിച്ചത് പരിശീലകൻ എന്ന നിലയിലാണ്. കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, മാനേജർ എന്ന നിലയിലും സിദാൻ ഫുട്ബോളിനെ നിർവചിച്ചു. റയൽ മാഡ്രിഡിനെ തുടർച്ചയായി 3 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച ഏക പരിശീലകനാണ് സിനദിൻ സിദാൻ. കളിക്കാരുമായുള്ള മികച്ച ബന്ധവും തന്ത്രപരമായ ബുദ്ധിയും കൊണ്ട് പരിശീലന രംഗത്തും അയാൾ വിപ്ലവം സൃഷ്ടിച്ചു. 2006 ലോകകപ്പ് ഫൈനലിൽ ഇറ്റലിയുടെ മറ്ററാസിയെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തി ചുവപ്പ് കാർഡ് വാങ്ങി സിദാൻ കളം വിട്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ നിമിഷമാണ്. അങ്ങനെ ഒരു മടക്കമല്ല ലോകം ആഗ്രഹിച്ചത്. അവിടെ മറ്റൊരു ലോകകപ്പാണ് ഫ്രാൻസിന് നഷ്ടമായത്. പിന്നെ ഒരു ലോക കിരീടത്തിനായി അവർക്ക് 2018 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഫുട്ബോളിലെ പല കാര്യങ്ങളും നിർവചിച്ച സിദാൻ്റെ കരിയറിലെ ആ വൈകാരിക നിമിഷം മറ്റൊരു നിർവചനം കൂടിയായിരുന്നു. ഫുട്ബോൾ വെറുമൊരു കളിയല്ലെന്നും മറിച്ച് മനുഷ്യ സഹജമായ വികാരങ്ങളുടെ പോരാട്ടം കൂടിയാണ് അതെന്നും.